നിർമ്മിത ബുദ്ധി നൂതന സാങ്കേതിക വിദ്യാമേഖലയിലെ രാജ്യത്തെ ഹബ്ബായി സംസ്ഥാനത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ആഗോള യാത്രാ വ്യവസായ മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ട് IBS സോഫ്റ്റ്വെയർ ഗ്രൂപ്പ് ആരംഭിച്ച നാവിക് ടെക്നോളജിയുടെ പുതിയ ക്യാമ്പസ് ഇൻഫോ പാർക്ക് ഫേസ് 1 IBS ടവറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലോകമെമ്പാടും വിജ്ഞാന വിസ്ഫോടനമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്തിനും ഏതിനുമുള്ള ഉപകരണമായി നിർമ്മിത ബുദ്ധി മാറുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ AI ഡാഷ്ബോർഡിന്റെ സഹായത്തോടെ നിക്ഷേപ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നത് ആരംഭിച്ചു കഴിഞ്ഞു. ഈ ദശകത്തിന്റെ അവസാനമാകുമ്പോഴേക്കും മനുഷ്യബുദ്ധിക്കൊപ്പം നിർമ്മിത ബുദ്ധി എത്തുമെന്നാണ് ആഗോളതലത്തിലുള്ള വിദഗ്ധർ കണക്കുകൂട്ടുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അടിക്കടി മാറുന്ന ഈ സാഹചര്യം പഠിക്കുന്നതിന് വേണ്ടി ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിയമിച്ച വിദഗ്ധരുടെ റിപ്പോർട്ട് പരിഗണിച്ച് കരിക്കുലത്തിനും പാഠ്യപദ്ധതിയിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. So our government, within our 2 months, we declared to start a global job watch tower. We started to appoint experts in various sectors. They will observe what is happening in the job world. They will report it to the government. According to their report, we will restructure the curriculum and we will start new academic programs. That is otherwise our students will be jobless. That we are planning. And AI in government is also very important. Government can also use AI as a tool. സാങ്കേതിക വിദ്യയ്ക്കൊപ്പം സമൂഹവും സർക്കാരും മാറണമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. സർക്കാർ തലത്തിലും വ്യക്തിഗത തലത്തിലും AI ഉപയോഗം അത്യാവശ്യമാണെന്ന് IT സെക്രട്ടറി സീറാം സാംബശിവറാവു പറഞ്ഞു. IBS സോഫ്റ്റ്വെയർ CEO സോമിത് ഗോയൽ, വൈസ് പ്രസിഡന്റ് ജെയിംസ് ബ്ലാമി, നാവിക് ടെക്നോളജി പ്രസിഡന്റ് മോയിസുർ റഹ്മാൻ, APIX പാർട്ണർ ഇന്ത്യ മേധാവി ഹർജോത് ദാലിവാൾ തുടങ്ങിയവർ സംസാരിച്ചു. 2.5 ദശകമായി IBS നൽകിവരുന്ന യാത്രാ വ്യവസായ നൈപുണ്യത്തെ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നവീകരിക്കുകയാണ് നാവിക് ടെക്നോളജി ചെയ്യുന്നത്. IBSലെ അനുബന്ധ കമ്പനികളിൽ നിന്ന് സ്വതന്ത്രമായാണ് നാവിക് ടെക്നോളജി പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര രംഗത്തെ പ്രമുഖ എയർലൈനുകൾ, വിമാനത്താവളങ്ങൾ, ക്രൂയിസ് ലൈനുകൾ, വെക്കേഷൻ പ്രൊവൈഡേഴ്സ്, ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പുകൾ എന്നിവയുമായി സഹകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ നാവിക് ഉപയുക്തമാക്കും. ബിസിനസ് പരിവർത്തനങ്ങൾ, ആധുനികവൽക്കരണം, പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക എന്നിവയ്ക്കായി AI ഉപയോഗം വർദ്ധിപ്പിക്കാനാണ് നാവിക് ടെക്നോളജിയിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകമെമ്പാടുമായി 16-ലധികം ഓഫീസുകൾ നാവിക് ടെക്നോളജിക്കായി ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള പുതുതലമുറ ട്രാവൽ ടെക്നോളജി പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നതിനാണ് നാവിക് ടെക്നോളജി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ACV ന്യൂസ്, കൊച്ചി.